നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ വിഭവമായ ചക്കക്കുരു മുരിങ്ങയില തോരന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ വളരെ സ്വാദോടെ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ. ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പോകാം റെസിപ്പിയിലോട്ട്. കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ചക്കക്കുരു ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ബൗള് ചക്കക്കുരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു മുങ്ങിക്കിടന്ന് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. സ്റ്റവിന്റെ ഫ്ലെയിം മീഡിയത്തിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം 2 വിസിൽ കൊടുത്തിട്ട് ചക്കക്കുരു വേവിച്ചെടുക്കാം. മറ്റൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 15 ചെറിയുള്ളി, ഒരു 7 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചില്ലി ഫ്ലെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിമുളകും നല്ലപോലെ മൂപ്പായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് 2 പിടി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നാളികേരം ഒരു പകുതി മൂത്ത് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം പൊടിയുടെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നാളികേരം ഒന്ന് മൂത്ത് മഞ്ഞപ്പൊടിയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ബൗള് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില തണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെള്ളം കൂറ്റി കളഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. മുരിങ്ങയില ചേർത്തതിന് ശേഷം 2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കാം. മുരിങ്ങയില നന്നായി ഒന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സമയം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു വെള്ളം കൂറ്റി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ചേർത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു 1-1.5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തനി നാടൻ വിഭവമായ ചക്കക്കുരു മുരിങ്ങയില തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കഞ്ഞിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റിയും അതിലുപരി വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.